വിശുദ്ധ ജോസഫ് കുപ്രതീനോ ദൈവാത്മാവിൻ്റെ നിറവിൽ നിറന്നുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു സുവിശേഷകൻ കാഹളം പോലെയാണ്, ഊതുന്നില്ല എങ്കിൽ ശബ്ദം പുറത്ത് വരികയില്ല. സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് താൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് ആത്മാവാണ്, ഞാൻ വെറുമൊരു കാഹളം മാത്രം. അങ്ങയുടെ ശ്വാസമില്ല എങ്കിൽ എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല. A preacher is like a trumpet that produces no tones unless one blows into it. Before preaching, pray to Lord, "O Lord, you are the Spirit and I am just like a trumpet. Without your breath, I can give no sound." അങ്ങയുടെ ശ്വാസമില്ല എങ്കിൽ എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 20-ാം അധ്യായം 22-ാം തിരുവെഴുത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. Jesus breathed on them and said to them, "Receive the Holy Spirit." ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. No one comprehends the thoughts of God except the Holy Spirit. Holy Spirit. The Holy Spirit, whom the Father will send in my name, he will teach you all the things and bring to your remembrance that all I have said to you. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ സമയം നമുക്ക് നന്ദി പറയാം. എല്ലാം പഠിപ്പിക്കുകയും എല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. The Holy Spirit is the one who drives all of us into the depth of the Word of God. ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ഈ നിമിഷം ഈ റെക്കോർഡിങ്ങിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന പ്രചോദനങ്ങളെയും വെളിപാടുകളെയും എല്ലാം ഓർത്ത് ആത്മാവിന് നന്ദി പറയുകയാണ്.